നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 1-ാം സ്കന്ധത്തിൽ അധ്യായം 8 പ്രഥമസ്കന്ധത്തിൽ അധ്യായം 8 23 തുടങ്ങി 32 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഋഷിമാർ സൂതനോട് ചോദിക്കുകയാണ്, വിഷ്ണുവിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അത്യാപത്ത് ഭവിച്ചത്? അദ്ദേഹം ഇങ്ങനെ അചേതനനാകാൻ എന്താണ് കാര്യം? വിഷ്ണു ആണല്ലോ ഏറ്റവും മഹത്തായ മൂർത്തി എന്ന് പറയപ്പെടുന്നത്. രജ സത്വ തമോ ഗുണഭേദത്തോടുകൂടി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരല്ലേ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? പിന്നെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സൂതൻ മറുപടി പറയുന്നു, മുനിശ്രേഷ്ഠന്മാരെ, നമ്മൾക്ക് ആർക്കും ഇതിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. നാരദനും കപിലനും പോലും ഇക്കാര്യത്തിൽ അജ്ഞരാണ്. എല്ലാവരും ഇവരെ 3 പേരെയും ആരാധിക്കുന്നുണ്ട്. വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും മഹേശ്വരനെയും ധ്യാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനെയും എല്ലാവരും ആരാധിക്കുന്നു, അഗ്നിയെയും ആരാധിക്കുന്നു. അങ്ങനെ ഗംഗ വിവിധ പ്രവാഹങ്ങളിലൂടെ വിവിധ രൂപത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ വിഷ്ണു തന്നെയാണ് വിവിധ ദേവരൂപങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്നത് എന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് സൂതൻ ഋഷിമാരെ അറിയിക്കുന്നു. ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യാം. ശ്ലോകം 23 പ്രഥമസ്കന്ധം അധ്യായം 8 ത്രീണ്യേവ പ്രമാണാനി പഠിതാനി സുപണ്ഡിതൈഃ പ്രത്യക്ഷം ചാനുമാനം ച ശബ്ദം ചൈവ തൃതീയകം. പ്രമാണങ്ങൾ 3 എണ്ണമാണെന്ന് പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രത്യക്ഷവും അനുമാനവും, 3ാമതായി ശബ്ദവും. ശ്ലോകം 24 ചത്വാരേ വേദരേ പ്രാഹു രൂപമാനയുതാനി ച അർത്ഥാപത്തിയുതാന്യന്യേ പഞ്ചപ്രാഹുർമഹാധിയഃ. ഉപമാനം എന്ന് ഒന്നുകൂടി ചേർത്ത പ്രമാണങ്ങൾ 4 ഉണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു. അർത്ഥാപത്തി എന്ന് ഒന്നുകൂടി ചേർത്ത് 5 ഉണ്ടെന്നാണ് മഹാബുദ്ധിമാന്മാരായ മറ്റു ചിലർ പറയുന്നത്. ശ്ലോകം 25 സപ്ത പൗരാണികൈവ പ്രവദന്തി മനീഷിണഃ ഏതൈ പ്രമാണൈ ദുർജേയം യദ്ബ്രഹ്മ പരമം ചതത്. പുരാണജ്ഞരായ ചില വിദ്വാൻമാർ പ്രമാണങ്ങൾ 7 ഉണ്ടെന്ന് പറയുന്നു. ഈ പ്രമാണങ്ങൾ കൊണ്ട് പരമമായ ആ ബ്രഹ്മത്തെ അറിയാൻ വളരെ പ്രയാസമാണ്. ശ്ലോകം 26 വിതർക്കച്ഛാത്ര കർത്തവ്യോ ബുദ്ധ്യാ ചൈവാഗമേന ച നിശ്ചയാത്മികയാ യുക്ത്യാ വിചാര്യച്ച പുനഃ പുനഃ. ബുദ്ധി, ആഗമം, നിശ്ചയാത്മികയായ യുക്തി എന്നിവ കൊണ്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് ഇതിൽ തർക്കിക്കേണ്ടതായി വരും. ശ്ലോകം 27
പ്രത്യക്ഷതസ്തു വിജ്ഞാനം അചിന്യം മതിമതാം സദാ ദൃഷ്ട്വാന്തേനാപി സതതം ശിഷ്ടമാർഗാനുസാരിണാം. 27ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശിഷ്ടന്മാർ അനുസരിച്ചു വരുന്ന ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്വാൻമാർ എല്ലായ്പ്പോഴും പ്രത്യക്ഷമായി തന്നെ അത് ചിന്തിച്ചറിയണം. ശ്ലോകം 28. വിദ്വാംസോപി വദന്ത്യേവം പുരാണൈ പരിഗീയതേ ദ്രുഹിണേ സൃഷ്ടിശക്തിച്ഛ ഹരൗ പാലനശക്തിദാ. സൃഷ്ടിശക്തി ബ്രഹ്മാവിലും പാലനശക്തി ഹരിയിലുമാണെന്ന് വിദ്വാൻമാർ പറയുന്നുണ്ട്. പുരാണങ്ങളത് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്ലോകം 29. ഹരേ സംഹാരശക്തിച്ഛ സൂര്യേ ശക്തി പ്രകാശിക ധരാധരണശക്തിച്ഛ ശേഷേ കൂർമ്മ തഥൈവജ. സംഹാരശക്തി ഹരനിലും പ്രകാശിപ്പിക്കാനുള്ള ശക്തി സൂര്യനിലും ഭൂമിയെ ധരിക്കാനുള്ള ശക്തി ശേഷനിലും അതുപോലെ കൂർമ്മത്തിലുമാണ്. ശ്ലോകം 30. സാധ്യാശക്തിപരിണത സർവസ്മിൻ യാ പ്രതിഷ്ഠിത ദാഹഃ ശക്തിസ്തഥാവന്നൗ സമീരേ പ്രേരണാത്മിക. ദാഹകശക്തി അഗ്നിയിലും പ്രേരകശക്തി വായുവിലും അടങ്ങിയിരിക്കുന്നു. എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആ ശക്തി ആദ്യശക്തിയുടെ രൂപാന്തരമാകുന്നു. ശ്ലോകം 31. ശിവോപി ശവതാം യാതി കുണ്ഡലിന്യാ വിവർജിതഃ ശക്തിഹീനസ്തു യഃ കശ്ചിത് സമർത്ഥസ്മൃതോ ബുധൈഃ. കുണ്ഡലിനി ശക്തിയോടുകൂടാത്ത ശിവൻ പോലും ശവമാണ്. ശക്തിഹീനനായ ഏതൊരുവനും അസമർത്ഥൻ ആണെന്നാണ് വിദ്വാൻമാരുടെ മതം. ശ്ലോകം 32. ഏവം സർവത്ര ഭൂതേഷു സ്ഥാവരേഷു ചരേഷു ച ബ്രഹ്മാദിസ്തംഭപര്യന്തം ബ്രഹ്മാത്മേസ്മിൻ മഹാതപാം. ഹേ മഹാതപസ്സുകളെ, ഇങ്ങനെ ബ്രഹ്മാദിസ്തംഭ പര്യന്തം ഈ ബ്രഹ്മാണ്ടത്തിലെ സ്ഥാവരവും ചരവുമായ എല്ലാറ്റിലും എങ്ങും ആ ശക്തി വർത്തിക്കുന്നുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.